Hello students, yesterday you have an assignment question. The question was this: find the limit of f of x equal to 10 at x equal to 4. You have written the limit to be 10 and I asked to justify your answer. All of you answered that limit of the constant function is the constant. 10ന്റെ ലിമിറ്റ് 10 ആണ്, 100ന്റെ ലിമിറ്റ് 100 ആണ്, 700ന്റെ ലിമിറ്റ് 700 ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് അതായത് കോൺസ്റ്റന്റ് തന്നെയാണ്. പോയിന്റ് മാറുന്നതനുസരിച്ച് അതിന് വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്, ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെയാണ്. അത് എങ്ങനെയാണ് അങ്ങനെ ആയത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്. യു ഹാവ് റിട്ടൺ ദാറ്റ്. വൈ ലിമിറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്? സപ്പോസ് ദാറ്റ് we are given the function f of x equal to b. f of x equal to b എന്നുള്ള k ആണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന് സാധാരണ ഉപയോഗിക്കാറ്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പം f of x equal to b a particular constant. Then we are going to prove that limit of b as x tends to c യിലാണ് നമ്മൾ ലിമിറ്റ് പറയാം. സിയിലെ ലിമിറ്റ് ആണ്, സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. സിയിലെ ലിമിറ്റ് ആണ് നമ്മളിപ്പോൾ ജനറൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ സിയിലെ ലിമിറ്റ് ബി ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വി ആർ ഡിസ്കസിങ് ലിമിറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് ക്ലസ്റ്റർ പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം. ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് എവിടെ നിന്നാണ്? നിങ്ങൾ അങ്ങനെ ലിമിറ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അതൊരു റിസൾട്ട് ആയിട്ടേ പഠിച്ചിട്ടുള്ളൂ. വൈ ഇറ്റ് ഈസ് സോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എക്സ് ആക്സിസ് ഉണ്ട്, എക്സ് ടെൻസ് ടു സി. എക്സ് ആക്സിസ് ഉണ്ട്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി, ദ ഫംഗ്ഷൻ. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ബി. ഈ പോയിന്റ് ആണ് y ആക്സിസിലെ ബി എന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി നെഗറ്റീവ്സിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കും ഉണ്ടാവേ, ഇങ്ങനെയും ഉണ്ടാവും. നെഗറ്റീവ്സിലുണ്ടെങ്കിൽ ഉണ്ടാകാം, അതിനും കുഴപ്പമൊന്നുമില്ല. എഫ് ഓഫ് എക്സ് ഞാനിപ്പോൾ പോസിറ്റീവ്സിലേ വരച്ചുള്ളൂ, ഇതും ഉണ്ടാകാം, അത് ഡോട്ട് ഇടേണ്ട കാര്യവും കൂടി ഇല്ല. എഫ് ഓഫ് ഇതൊരേ ലൈനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ. സപ്പോസ് ദിസ് ഇസ് ദ പോയിന്റ് സി. ഇതാണ് സി എന്ന് വിചാരിക്കും. ഫംഗ്ഷന്റെ സിയിലെ വാല്യൂ നമുക്ക് പൊക്കത്തിൽ നോക്കി അറിയാം. അപ്പോൾ അത് ബി ആണെന്നറിയാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ നമുക്ക് ലിമിറ്റ് പറയേണ്ടത്. സിയുടെ അടുത്തു നിന്നുള്ള, സിയുടെ നെയ്ബർഹുഡിൽ നിന്നുള്ള. സിക്ക് ഇത്രയും വലിയ നെയ്ബർഹുഡ് എടുത്താലും ഇത്രയും ചെറിയ നെയ്ബർഹുഡ് എടുത്താലും ഇതിലും ചെറിയ നെയ്ബർഹുഡ് എടുത്താലും എന്നാ കാണിച്ചാലും എഫ് എക്സിന് ഒരു മാറ്റവും ഇല്ല. സിയുടെ റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ സിയിലേക്ക് വന്നാൽ എഫ് എക്സ് എങ്ങോട്ട് പോകും എന്നുള്ളത് നോക്കിയാണല്ലോ നമ്മൾ സ്വഭാവം പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിയുടെ ഇത്രയും അകലെ നിന്ന് എഫ് എക്സ് എടുത്താൽ എഫ് എക്സ് ബിയിലാണ്. സിയുടെ ലെഫ്റ്റ് സൈഡിൽ അത്രയും അകലെന്ന് എഫ് എക്സ് എടുത്താൽ എഫ് എക്സ് ബിയിലാണ്. ഓൾവേസ് ഇറ്റ് ഈസ് ബി. therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ബി ഈക്വൽ ടു ബി. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് അത് തന്നെയാണ് എന്ന് ഗ്രാഫിക്കലായിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്യാം. അയലോക്കത്തൊക്കെ എഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും, എല്ലായിടത്തും ഒരേ ബി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിയിലും ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ സ്വഭാവം നോക്കി സി എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷന്റെ ലിമിറ്റ് ബി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ അതൊന്നും അല്ല. ബിയുടെ ഒരു നെയ്ബർഹുഡ്, ബിയുടെ എഫ്സിലോൺ നെയ്ബർഹുഡിൽ, ബി ഇതാണ് വൈ ആക്സിസിലാണ്, ബിയുടെ എഫ്സിലോൺ നെയ്ബർഹുഡിൽ ദിസ് വിഡ്ത്ത് ഈസ് എഫ്സിലോൺ. ഈ ഇന്റർവെലിന്റെ ഈ കാണുന്ന വിഡ്ത്ത് ആണ് എഫ്സിലോൺ. ബിയുടെ എഫ്സിലോൺ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ എന്താ നമുക്ക് വേണ്ടത്? സിയുടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ്. സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡ് നമുക്ക് ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. തന്നിരിക്കുന്ന എഫ്സിലോൺ അനുസരിച്ച് സിയുടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ദാറ്റ് എഫ് എക്സ് ഈസ് ഇൻ ദ ഇന്റർവെൽ in the delta neighborhood of b. fx ബിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ആകുന്നത് പോലെ. അല്ലെങ്കിൽ 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് x മൈനസ് c ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് fx മൈനസ് എൽ അല്ല. ഇപ്പൊ എന്താ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് ബി തന്നെയാണ് എന്ന് നമുക്ക് പറയണം. ലെസ് ദാൻ എഫ്സിലോൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നാൽ ഗിവൺ എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ്. സിയും സെയിം അല്ല, സിയുടെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നമ്മൾ പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് പോകണം? സിയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്തുമാത്രം ഡിസ്റ്റൻസിൽ പോയാൽ എഫ് എക്സും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എഫ്സിലോണിൽ താഴെയാകും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് എഫ് എക്സും ബി തന്നെയാണ്. ഇത് ബി മൈനസ് ബി,
ഈക്വൽ ടു 0 ആണ്. അത് ഓൾവേസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഡെൽറ്റ എത്ര, ഈ ചെറിയ ഇന്റർവെൽ എഫ് ഡെൽറ്റ എടുത്താൽ, അല്ലെ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ ഇതായിട്ട് എടുത്താലും, സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ ഇത്രയും വലുതായിട്ട് എടുത്താലും, സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ ഇത്രയും വലുതായിട്ട് എടുത്താലും, എഫ് എക്സും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 0 തന്നെയാണ്. 0 ഈസ് ഓൾവേസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ ഏത് എപ്സിലോൺ തന്നാലും നമുക്ക് പ്രശ്നമില്ല. ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, epsilon greater than 0, usually we saw that delta depends on epsilon and we denote it by delta of epsilon. അങ്ങനെയൊക്കെ ആയിരുന്നു എഴുതുന്നത്. പക്ഷേ ഈ എപ്സിലോണുമായിട്ട് ഡെൽറ്റയ്ക്ക് ഒരു ബന്ധമില്ല. എത്ര വലിയ ഇന്റർവെൽ എടുത്താലും ആ ഇന്റർവെല്ലിലൊക്കെ എഫ് എക്സ് വാല്യൂസ് ബി തന്നെയാണ്. എഫ് എക്സും ബിയും തമ്മിലുള്ള ഡിഫറൻസേ ഇല്ല, ഡിഫറൻസ് ഒട്ടുമേ ഇല്ല. അപ്പൊ നമുക്ക് ഡെൽറ്റ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. വി ക്യാൻ ചൂസ് ഡെൽറ്റ ടു ബി എനി റിയൽ നമ്പർ. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സാധാരണ ചെറുതായിട്ടൊക്കെയാണ് വേണ്ടി വരിക, ചെറിയ ഇന്റർവെല്ലാണ്. ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഗ്രാഫൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. വി ക്യാൻ ചൂസ് എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. വി ക്യാൻ ചൂസ് ഡെൽറ്റ എത്ര വലുത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം. സാധാരണഗതിയിൽ അത് ചെറുതായിട്ടാണ് വരേണ്ടത്. ആൻഡ് ദർ ഈസ് എ ഡിപ്പെൻഡൻസി. ഇവിടെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഇനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു 1 എന്ന് എടുക്കാം, ഡെൽറ്റ ഈക്വൽ ടു 2 എന്ന് എടുക്കാം, ഡെൽറ്റ ഈക്വൽ ടു 1/2 എന്ന് എടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം, ഏതെടുത്താലും പ്രശ്നമില്ല. ഡെൽറ്റ ഈക്വൽ ടു 1 എന്ന് എടുത്താൽ ഏതാന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് എക്സും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ബി മൈനസ് ബി 0 ലെസ് ദാൻ എപ്സിലോൺ. എഫ് എക്സും ഡെൽറ്റ ഈക്വൽ ടു 2 എന്ന് എടുത്തു, ഇത്രയും വലിയ ഇന്റർവെൽ ആണ് എന്ന് വിചാരിക്കാം. സി പ്ലസ് ഡെൽറ്റ ഇത്, സി മൈനസ് ഡെൽറ്റ ഇത്, ഇവിടെ നിന്നൊക്കെ എക്സുകൾ എടുത്ത് എഫ് എക്സ് ഫോം ചെയ്താലും എവിടെ എഫ് എക്സ് ഈക്വൽ ടു ബി, ബി മൈനസ് ബി, എഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെൽറ്റ പറയണമെങ്കിൽ വേണേൽ ഡെൽറ്റ ഈക്വൽ ടു 1 സൈഡ് ഡെൽറ്റ ഈക്വൽ ടു 1 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഈക്വൽ ടു 1 ആയിക്കോട്ടെ. ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എല്ലായിട്ട് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന ബി ആണെന്നറിയാം. എഫ് ഓഫ് എക്സ് മൈനസ് ബി ഈക്വൽ ടു ഇന്ന് എഫ് എക്സ് limit x tends to c b fx equal to b constant function equal to b minus b modulus equal to ഇത് തന്നെ എഴുതിയേ, ഇതിപ്പോൾ b minus b 0 ആയിപ്പോയി, ലെസ് ദാൻ എപ്സിലോൺ ഓൾവേസ്. ഇതെപ്പോഴും 0 ആയതുകൊണ്ട് ഈ ഡിഫറൻസ് മോഡുലസ് 0 ആയതുകൊണ്ട് എപ്പോഴും എപ്സിലോണിനേക്കാൾ താഴെ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എന്താണ് എന്നുള്ളത് പ്രസക്തമേ അല്ല എന്നായി പോകുന്നു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് എക്സും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൽ താഴെയാണ്. അങ്ങനെ നമുക്ക് ഡെൽറ്റ ഏത് എപ്സിലോൺ ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, നമുക്ക് ഡെൽറ്റയെ പറ്റി പറയേണ്ട കാര്യമില്ല. എന്ത് വേണേലും ഏത് എപ്സിലോൺ വേണേലും തന്നോളൂ, നമുക്ക് ഏത് ഡെൽറ്റ വേണേലും കൊടുക്കാം. എഫ് എക്സും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ ബൈ ലിമിറ്റ് ഡെഫിനിഷൻ, എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ബി ഈക്വൽ ടു ബി. therefore limit of constant function equal to that constant, equal to the given constant, limit of constant function equal to the given constant. അങ്ങനെയാണ് ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് എന്നുള്ള റിസൾട്ട് കിട്ടിയത്. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്, പക്ഷേ ഈ റിസൾട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം, പ്രൂവ് ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്. ഈ ഫിഗറിൽ നമുക്ക് ഐഡിയ ക്ലിയർ ആണ്, പക്ഷെ അതുപോരാ, ഫിഗർ പോരാ, നമുക്ക് എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ആണ് ലിമിറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ജനറൽ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ അന്നേരം നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്, ഓൾജിബ്രായിക് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എന്താണ്, അങ്ങനെയൊക്കെ കുറെ റിസൾട്ട് ഇതുപോലെ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ പല ലിമിറ്റുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ നേരത്തെ സീക്വൻസിന്റെ കേസിലും സീരീസിന്റെ കേസിലും ഒക്കെ ലിമിറ്റ് 1/n0 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓൾജിബ്രായിക് ഫംഗ്ഷന്റെ നേച്ചർ വെച്ച് നമുക്ക് അങ്ങനെ പല ലിമിറ്റുകളും നമ്മൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വന്നത് ഇത്തരം റിസൾട്ടിൽ നിന്നാണ്. അങ്ങനത്തെ ഫസ്റ്റ് റിസൾട്ട് ആണ് ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇസ് ദ ഗിവൺ കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് നിങ്ങൾ അസൈൻമെന്റിൽ അത് ഉപയോഗിച്ച് എഴുതുന്നത്. ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു ശരിക്കും, പക്ഷെ നിങ്ങൾ നേരത്തെ അങ്ങനെ ഒരു ചെറിയ അറിവുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഗ്രാഫിക്കലൊക്കെ ചിന്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലെ ഇതിന് ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ് വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ നെയ്ബർഹുഡ് സോ ദാറ്റ് ദ ലിമിറ്റ് വാല്യൂ equal to അത് 10 അവിടെ ചോദിച്ചിരുന്നത്. സോ ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ ആൻഡ് 10 ഈസ് വെരി സ്മോൾ, ആക്ച്വലി ഇറ്റ് ഈസ് 0. അങ്ങനെയൊക്കെ എഴുതുമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒരു റിസൾട്ട് മനസ്സിലുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ച്
എഴുതി എന്നേ ഉള്ളൂ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ലിമിറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. അപ്പോൾ നോട്ട്സിൽ അത് തന്നിട്ടുണ്ടായിരുന്നു, ഇനി നന്നായിട്ട് പഠിക്കും. അതേപോലെ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.